ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം സ്വന്തമാക്കാൻ. നിങ്ങളുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കുന്നതിന് സ്വയം അവബോധം, ആശയവിനിമയ കഴിവുകൾ, വൈകാരിക ബുദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തുടർച്ചയായ പഠനവും വ്യക്തിഗത ലക്ഷ്യങ്ങളും സ്വീകരിച്ച് ഒരു ക്രിയാത്മക വീക്ഷണം വളർത്തുക. വ്യക്തിത്വ വികസന നുറുങ്ങുകളുടെ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം. സ്വയം അവബോധവും വിവേകവും. നിങ്ങളുടെ വ്യക്തിത്വം വിലയിരുത്തുക. മെച്ചപ്പെടുത്തലിനുള്ള നിങ്ങളുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും അറിയുക. നിങ്ങൾക്ക് പ്രധാനമായ കാര്യങ്ങളും അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കുക. സ്വയം പ്രതിഫലനം സ്വീകരിക്കുക. നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധാരണ നേടുന്നതിന് നിങ്ങളുടെ അനുഭവങ്ങളെയും പെരുമാറ്റങ്ങളെയും പതിവായി വിലയിരുത്തുക. ആശയവിനിമയ കഴിവുകൾ. ഒരു സജീവ ശ്രോതാവായിരിക്കുക. മറ്റുള്ളവർ പറയുന്നതും ചിന്താപൂർവം പ്രതികരിക്കുന്നതും ശ്രദ്ധിക്കുക. ഫലപ്രദമായി ആശയവിനിമയം നടത്തുക. നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും വ്യക്തമായി പ്രകടിപ്പിക്കുക. സഹാനുഭൂതി പ്രാക്ടീസ് ചെയ്യുക. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും പങ്കിടാനും ശ്രമിക്കുക. വൈകാരിക ഇൻ്റലിജൻസ്. നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ ഫലപ്രദമായി തിരിച്ചറിയാനും നിയന്ത്രിക്കാനും പഠിക്കുക. ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക. മറ്റുള്ളവരുമായി പോസിറ്റീവ് കണക്ഷനുകൾ വളർത്താൻ സഹാനുഭൂതിയും വിവേകവും വികസിപ്പിക്കുക. ആത്മനിയന്ത്രണം പരിശീലിക്കുക. ആവേശകരമായ പ്രതികരണങ്ങളെ ചെറുക്കുകയും ചിന്തയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക. പോസിറ്റീവ് കാഴ്ചപ്പാടും മനോഭാവവും. ശുഭാപ്തി വിശ്വാസം. സാഹചര്യങ്ങളുടെ പോസിറ്റീവ് വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രത്യാശയുള്ള കാഴ്ചപ്പാട് നിലനിർത്തുകയും ചെയ്യുക. ഒരു വളർച്ചാ മാനസികാവസ്ഥ നട്ടുവളർത്തുക. പഠനത്തിനും വികസനത്തിനുമുള്ള അവസരങ്ങളായി വെല്ലുവിളികൾ സ്വീകരിക്കുക. കൃതജ്ഞത പരിശീലിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും മറ്റുള്ളവരോടുള്ള വിലമതിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുക. തുടർച്ചയായ പഠനവും വളർച്ചയും. പുതിയ അറിവുകളും കഴിവുകളും തേടുക. ജിജ്ഞാസയോടെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുറക്കുക. വെല്ലുവിളികൾ സ്വീകരിക്കുക. നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് ചുവടുവെച്ച് പുതിയ ടാസ്കുകൾ ഏറ്റെടുക്കുക. തെറ്റുകളിൽ നിന്ന് പഠിക്കുക. ഇടപാടുകളെയും മെച്ചപ്പെടുത്തലിനും അവസരങ്ങളായി തിരിച്ചടവ് കാണുക. ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയും വിജയം നേടുകയും ചെയ്യുക. റിയലിസ്റ്റിക് ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക. നിങ്ങളുടെ അഭിലാഷങ്ങൾ നിർവചിക്കുക. അവ നേടാനുള്ള ഒരു പദ്ധതി സൃഷ്ടിക്കുക. ചെറിയ ഘട്ടങ്ങളായി ലക്ഷ്യങ്ങൾ തകർക്കുക. പുരോഗതി കൂടുതൽ കൈകാര്യം ചെയ്യാവുന്നതും നിങ്ങളുടെ നേട്ടങ്ങൾ ട്രാക്ക് ചെയ്യുന്നതുമാക്കുക. നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കുക. നിങ്ങളുടെ നേട്ടങ്ങളെ അംഗീകരിക്കുകയും പ്രചോദിതരാകുകയും ചെയ്യുക. സ്വയം മനസ്സിലാക്കുക. സ്വയം മനസ്സിലാക്കുന്ന ആശയം ഇനി പറയുന്ന വശങ്ങൾ ഉൾക്കൊള്ളുന്നു. സ്വയം വിലയിരുത്തൽ. ആത്മാർത്ഥത, ബലഹീനത, താൽപ്പര്യങ്ങൾ, മൂല്യങ്ങൾ എന്നിവയുടെ സത്യസന്ധമായി വിലയിരുത്തുന്നതിലൂടെയാണ് വ്യക്തിത്വ വികസനം ആരംഭിക്കുന്നത്. ഈ വശങ്ങൾ തിരിച്ചറിയുന്നത് യാഥാർത്ഥ്യവും വിന്യസിച്ചതുമായ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിന് സഹായിക്കുന്നു. വ്യക്തിത്വ സവിശേഷതകൾ തിരിച്ചറിയുന്നത്. നിങ്ങൾ അന്തർമുഖൻ അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ടഡ്, അനലിറ്റിക്കൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ സ്വാഭാവിക ചായ്വുകളുമായി പൊരുത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്താൻ നിങ്ങളെ സഹായിക്കുന്നു. വൈകാരിക രഹസ്യാന്വേഷണങ്ങൾ. നിങ്ങളുടെ വികാരങ്ങൾ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കുന്നതും പരസ്പര കഴിവുകൾ മെച്ചപ്പെടുത്തുന്നു. സാധ്യവസ്ഥ, പ്രചോദനം, സ്വയം നിയന്ത്രണം എന്നിവയ്ക്കുള്ള അടിത്തറയാണ് വൈകാരിക സ്വയം അവബോധം. മൂല്യങ്ങളും വിശ്വാസങ്ങളും.
വ്യക്തിത്വ വികസനം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രിയപ്പെട്ടവയെ മനസ്സിലാക്കുന്നു. ഈ ഗൈഡ് പെരുമാറ്റത്തെയും തീരുമാന നിർമ്മാണത്തെയും സഹായിക്കുന്നു. കൂടുതൽ ആധികാരികതയിലേക്ക് നയിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുന്നു. ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് വ്യക്തമായി സജ്ജമാക്കുന്നത്. കൈവരിക്കാനാകാത്ത ലക്ഷ്യങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരവും പ്രൊഫഷണൽ വികസന യാത്രയെ നയിക്കാൻ കഴിയും. സാഹചര്യങ്ങളോടുള്ള പ്രതികരണം. വ്യക്തിപരമായ വികസനത്തിൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് നിരീക്ഷിക്കുന്നു. ഇത് നിങ്ങളുടെ കോപ്പിംഗ് സംവിധാനങ്ങളിൽ ഉൾക്കാഴ്ചകൾ നൽകുന്നു. അത് മെച്ചപ്പെടുത്തൽ ആവശ്യമായി വന്നേക്കാം. ശാരീരികവും മാനസികവുമായ ആരോഗ്യ അവബോധം. നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങൾ തിരിച്ചറിയുകയും ആരോഗ്യകരമായ ബാലൻസ് നിലനിർത്തുകയും മൊത്തത്തിലുള്ള ക്ഷേമത്തിന് കാരണമാകുന്നു. തുടർച്ചയായ പഠനവും വളർച്ചയും. ആജീവനാന്ത പഠനവും വ്യക്തിപരമായ വളർച്ചയും സ്വയം മെച്ചപ്പെടുത്തലിനും പൊരുത്തപ്പെടുത്തലിനും കാരണമാകുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാട് പോസിറ്റീവ് ആക്കുക. ഒരു വ്യക്തിക്ക് ഇനി പറയുന്ന ഘട്ടങ്ങളിൽ അവരുടെ പൊതുവായ കാഴ്ചപ്പാടിനെ കൂടുതൽ പോസിറ്റീവ് ആക്കാൻ കഴിയും. ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബലഹീനതകളെ വസിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കഴിവുകളിലും പോസിറ്റീവ് സ്വഭാവങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തിലേക്ക് നയിച്ചേക്കാം. റിയലിസ്റ്റിക് ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക. നേടാവുന്നതും മായ്ക്കുന്നതുമായ ലക്ഷ്യങ്ങൾക്കും ദിശയും നേട്ടവും ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ വളർത്തുന്നു. പോസിറ്റിവിറ്റിയോടൊപ്പം നിൽക്കുക. പോസിറ്റീവ് ആളുകളുമായും പരിസ്ഥിതികളുമായും ഇടപഴകുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുകയും കൂടുതൽ ഉയരത്തിൽ വീക്ഷണകോണുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ധ്യാനം. ഇത് ശാന്തവും സന്തുലിതവുമായ ഒരു മനസ്സ് വളർത്താനും ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പോസിറ്റീവ് കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ. സ്വയം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളും വിശ്വാസവും ആവർത്തിക്കുന്നത് സ്വയം ആത്മവിശ്വാസവും പോസിറ്റീവ് ഇമേജും നിർമ്മിക്കാൻ സഹായിക്കുന്നു. തെറ്റുകളിൽ നിന്ന് പഠിക്കുക. പരാജയങ്ങളെക്കുറിച്ച് ചൂഷണം ചെയ്യുന്നതിനു പകരം അവയിൽ നിന്ന് പഠിക്കുന്നത് വളർച്ചാ അവസരങ്ങളിലേക്ക് തിരിച്ചടവ് നൽകുന്നു. പോസിറ്റീവ് സമീപനത്തെ ശക്തിപ്പെടുത്തുന്നു. നെഗറ്റീവ് എക്സ്പോഷർ പരിമിതപ്പെടുത്തുക. ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ നിലനിർത്താൻ നെഗറ്റീവ് മീഡിയ അല്ലെങ്കിൽ അശുഭാപ്തിപരമായ സ്വാധീന സഹായം എന്നിവ കുറയ്ക്കണം. മറ്റുള്ളവരെ സഹായിക്കുക. ദയയുടെ പ്രവൃത്തികളും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും നിങ്ങളുടെ സ്വന്തം പോസിറ്റിവിറ്റിയും സംതൃപ്തിയും വർദ്ധിപ്പിക്കാൻ കഴിയും. വ്യക്തിഗത വളർച്ചയിൽ നിക്ഷേപിക്കുക. നിരന്തരമായ പഠനവും സ്വയം മെച്ചപ്പെടുത്തലും പുരോഗതിയും പോസിറ്റിവിറ്റിയും വർദ്ധിപ്പിക്കും. മാറ്റം സ്വീകരിക്കുക. ഒരു ഭീഷണിയേക്കാൾ ഒരു അവസരമായി മാറ്റം കാണുന്നത് കൂടുതൽ നല്ല വീക്ഷണകോണുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. പുതിയ ആളുകളെ കണ്ടുമുട്ടുക. നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിൻ്റെ നിർണായക ഭാഗം പുതിയ ആളുകളുമായി കണ്ടുമുട്ടാനും സംവദിക്കാനുമുള്ള കഴിവാണ്. നിങ്ങൾക്ക് പ്രോസസ്സ് തകർക്കാൻ കഴിയുന്ന ചില വഴികളിതാ. നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ വിശാലമാക്കാൻ എളുപ്പമാക്കുന്നു. തുറന്ന മനസ്സുള്ളവരായിരിക്കുക. ജിജ്ഞാസയും തുറന്ന ഹൃദയവും ഉപയോഗിച്ച് പുതിയ ആളുകളെ സമീപിക്കുക. കണക്ഷനുകൾക്ക് സ്വാഗതം ചെയ്യുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ മനോഭാവം സഹായിക്കുന്നു. നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകൾ ഉപയോഗിക്കുക. സമാന ചിന്താഗതിക്കാരായ വ്യക്തികളെ കാണാൻ സോഷ്യൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഒത്തുചേരലുകളിൽ പങ്കെടുക്കുക. നിങ്ങളുടെ നെറ്റ്വർക്ക് വിപുലീകരിക്കുന്നതിനുള്ള വിലയേറിയ അവസരങ്ങളാണ് ഇവ. വൈവിധ്യത്തെ സ്വീകരിക്കുക. വിവിധ സംസ്കാരങ്ങളിൽ നിന്നോ തൊഴിലുകളിൽ നിന്നോ ജീവിത നടത്തമുള്ള ആളുകളെ അന്വേഷിക്കുക. വിശാലമായ വീക്ഷണ കണക്ഷനും സമ്പുഷ്ടീകരണ അനുഭവങ്ങളിലേക്കും നയിക്കും. നല്ല ബോഡി ഭാഷ പരിശീലിക്കുക. നേത്രസമ്പർക്കം പുലർത്തുക.
സൗഹൃദപരമായ ഒരു മതിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക. ഓപ്പൺ എൻഡ് ചോദ്യങ്ങൾ ചോദിക്കുക. അതെ അല്ലെങ്കിൽ ഇല്ല എന്ന ഉത്തരം ചോദിച്ചുകൊണ്ട് സംഭാഷണം പ്രോത്സാഹിപ്പിക്കുക. ഫോളോ അപ്പ്. നിങ്ങൾ ആരുമായും ബന്ധപ്പെടുകയാണെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്നതിന് മുൻകൈയെടുത്ത് ആ ബന്ധം പരിപോഷിപ്പിക്കുക. യഥാർത്ഥ താൽപ്പര്യം കാണിക്കുക. സജീവമായി ശ്രദ്ധിക്കുക. മറ്റൊരാളുടെ കഥ, മൂല്യങ്ങൾ, അഭിപ്രായങ്ങൾ എന്നിവയിൽ താൽപ്പര്യം കാണിക്കുക. ആത്മവിശ്വാസം വളർത്തുക. പുതിയ ആളുകളെ കണ്ടുമുട്ടുകയാണെങ്കിൽ ക്രമേണ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കുക. നിങ്ങളെ അസ്വസ്ഥനാക്കുന്നുവെങ്കിൽ ചെറിയ, കൂടുതൽ പരിചിതമായ ക്രമീകരണങ്ങൾ ഉപയോഗിച്ച് ആരംഭിക്കുക. ടെക്നോളജി. ആഗോളതലത്തിൽ ആളുകളുമായി ബന്ധപ്പെടാനുള്ള ശക്തമായ പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയയും ശക്തമായ ഉപകരണങ്ങളാണ്. പ്രതിഫലിപ്പിക്കുക. പഠിക്കുക. പുതിയ ഒരാളെ കണ്ടുമുട്ടിയതിനു ശേഷം ഇടപെടലിനെക്കുറിച്ച് ചിന്തിക്കുക. ഭാവിയിൽ ആ ബന്ധം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ശ്രവണ കഴിവുകൾ മെച്ചപ്പെടുത്തുക. നിങ്ങളുടെ ശ്രവണ കഴിവുകൾ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന ചില മികച്ച വഴികൾ ഇതാ. പൂർണ്ണ ശ്രദ്ധ നൽകുക. ശ്രദ്ധ തിരിക്കുക. അത് സന്ദേശം മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവ് കാണിക്കുന്നു. നേത്രസമ്പർക്കം നിലനിർത്തുക. നേത്രസമ്പർക്കം പ്രകടമാക്കുന്നത് സംഭാഷണവുമായി ബന്ധം നിലനിർത്താൻ സഹായിക്കുന്നു. ആംഗ്യസൂചകങ്ങൾ ഉപയോഗിക്കുക. നോഡിംഗ് അല്ലെങ്കിൽ പുഞ്ചിരി സ്പീക്കറിനെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ സജീവമായി ശ്രദ്ധിക്കുന്നുവെന്ന് സൂചിപ്പിക്കാനും കഴിയും. തടസ്സപ്പെടുത്തൽ ഒഴിവാക്കുക. അവരുടെ ചിന്തകൾ പൂർത്തിയാക്കാൻ സ്പീക്കറെ അനുവദിക്കുക. തടസ്സപ്പെടുത്തുന്നത് ആശയവിനിമയ പ്രവാഹത്തെ ബുദ്ധിമുട്ടാക്കും. പ്രസക്തമായ ചോദ്യങ്ങൾ, സംശയങ്ങൾ വ്യക്തമാക്കാൻ അന്വേഷിക്കുക. പക്ഷേ ഉചിതമായ സമയത്ത് താൽക്കാലികമായി കാത്തിരിക്കുക. ഫീഡ്ബാക്ക് നൽകുക. സംഗ്രഹമോ പാരാഫ്രേസ് നിങ്ങൾ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഇതിലൂടെ അറിയാം. ന്യായവിധികൾ നിയന്ത്രിക്കുക. അകാല വിധിന്യായങ്ങൾ അല്ലെങ്കിൽ അനുമാനങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. ഒരു അഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് മുമ്പ് പൂർണ്ണമായും ശ്രദ്ധിക്കുക. ഏകാഗ്രത മെച്ചപ്പെടുത്തുക. പരിശീലിക്കുക. നിലവിലുള്ള നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്താണ് പറയുന്നത് എന്ന വിവരങ്ങൾ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. വികാരങ്ങൾ തിരിച്ചറിയുക. അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കാൻ സ്പീക്കറുടെ ടോണിലും ശരീരഭാഷയിലും ശ്രദ്ധിക്കുക. സഹാനുഭൂതിയോടെ ശ്രവിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ചുമത്താതെ സ്പീക്കറുടെ വീക്ഷണവും വികാരങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. പഠനം തുടരുക. വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഫലപ്രദമായ ലിസണിംഗ് ടെക്നിക്കുകളെക്കുറിച്ച് വായിക്കുക. നിങ്ങളുടെ നർമ്മത്തിൻ്റെ വശം കണ്ടെത്തുക. നേർത്ത ഹൃദയമിടിപ്പ് ഒഴിവാക്കുക. ജീവിതത്തെ എല്ലായ്പ്പോഴും ഗൗരവമായി എടുക്കേണ്ട ആവശ്യമില്ലെന്ന് തിരിച്ചറിയുന്നത് നർമ്മത്തിനും സന്തോഷത്തിനും വാതിൽ തുറക്കാൻ കഴിയും. വ്യത്യസ്ത നർമ്മം പര്യവേക്ഷണം ചെയ്യുക. വേർഡ് പ്ലേ, സ്വയം വിലയിരുത്തുന്ന നർമ്മം അല്ലെങ്കിൽ നിങ്ങളുമായി പ്രതിധ്വനിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ വിവിധ രൂപങ്ങളിൽ പരീക്ഷിക്കുക. ഹാസ്യ നടന്മാരിൽ നിന്ന് കാണുകയും പഠിക്കുകയും ചെയ്യുക. ചിരി സൃഷ്ടിക്കുന്നതിനായി പ്രൊഫഷണലുകൾ സമയവും സ്വരവും സംതൃപ്തിയും എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വിശകലനം ചെയ്യുക. സുഹൃത്തുക്കളുമായി പരിശീലിക്കുക. സുഹൃത്തുക്കളുമായി തമാശകൾ പങ്കിടുക. അവരുടെ പ്രതികരണങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങളുടെ നർമ്മം വികസിപ്പിക്കുന്നതിനുള്ള ഒരു സുരക്ഷിത ഇടമാണിത്. സ്വയം ചിരിക്കുക. നിങ്ങളുടെ സ്വന്തം തെറ്റുകളിൽ ചിരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ആസൂത്രണം ചെയ്യാനും ആത്മവിശ്വാസം കാണിക്കാനും കഴിയും. ഉചിതമായി നർമ്മം ഉപയോഗിക്കുക. നർമ്മം അനുയോജ്യമാകുമ്പോൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സെൻസിറ്റീവ് അല്ലെങ്കിൽ ഔപചാരിക സാഹചര്യങ്ങളിൽ. നർമ്മ പുസ്തകങ്ങൾ വായിക്കുക. എഴുതിയ കോമഡിയുമായി ഇടപഴകുന്നത് നർമ്മത്തിൻ്റെ വിവിധ ശൈലികളെ വിലമതിക്കാനും സ്വന്തമായി പ്രചോദിപ്പിക്കാനും സഹായിക്കും. കുറ്റകരമായ നർമ്മം ഒഴിവാക്കുക.
നിങ്ങളുടെ നർമ്മം മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന വിഷയങ്ങൾ ഒഴിവാക്കുക. ആനുകൂല്യങ്ങൾ തിരിച്ചറിയുക. നർമ്മം സമ്മർദ്ദം ഒഴിവാക്കാനും സാമൂഹിക ബോണ്ടുകളെ വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്താനും കഴിയും. സ്വയം ക്ഷമയോടെ കാത്തിരിക്കുക. നർമ്മം വളർത്തുന്നത് സമയമെടുത്ത് പരിശീലിക്കുക. പ്രക്രിയ സ്വീകരിച്ച് ഒരു തമാശ വരുന്നില്ലെങ്കിൽ സ്വയം പ്രയാസപ്പെടരുത്. ഒരാളുടെ ഇടപെടലുകളും ആത്മവിശ്വാസവും മൊത്തത്തിലുള്ള കാഴ്ചപ്പാടുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ് വ്യക്തിത്വ വികസനത്തിൻ്റെ ഈ പറഞ്ഞ സൂത്രങ്ങൾ. ശരീരഭാഷ മുതൽ വസ്ത്രധാരണം വരെ അവ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്നു. തുടർച്ചയായ പരിശീലനവും അവബോധവും ആവശ്യമാണ്. ഈ നുറുങ്ങുകൾ നടപ്പിലാക്കുന്നത് കൂടുതൽ സമ്പുഷ്ടമാവുകയും നിറവേറ്റുകയും ചെയ്യും.